ഹായ് ഓൾ, അസ്സാം വലൈക്കും. എൻ്റെ സ്വീലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഈദ് വീഡിയോയും അതിൻ്റെ കൂടെ ഒപ്പം തന്നെ എൻ്റെ മോളുടെ ബർത്ത്ഡേ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ടും ഒരു ദിവസം തന്നെയാണ്. പെരുന്നാളിൻ്റെ അന്ന് തന്നെ ആയിരുന്നു എൻ്റെ മോളുടെയും ബർത്ത്ഡേ. അങ്ങനെ എൻ്റെ മോളുട്ടിക്ക് 4 വയസ്സായി. അങ്ങനെ ബർത്ത്ഡേ വീഡിയോയും ഈദ് വീഡിയോയും കൂടെ ഒന്നിച്ചാക്കാമെന്ന് കരുതി. അങ്ങനെ ബർത്ത്ഡേയുടെ കേക്കൊക്കെ മുറിക്കാനുള്ള പരിപാടിയൊക്കെയാണ്. അതിന് മുമ്പ് ജിലേബി, അലുവ, മുട്ടായൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കേക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കേക്കൊക്കെ പൊട്ടിച്ച് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോഴത്തേനും മുറിക്കാനായിട്ട് റെഡിയായിട്ട് മോളും റെഡിയായി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ കേക്ക് കണ്ടപ്പോൾ തന്നെ അവൾ ഹാപ്പിയായി. അവൾ പിങ്ക് കാരിയാണ്. അങ്ങനെ പിങ്ക് തീമൊക്കെ അവൾ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കേക്ക് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ കുറേ ഡിസിഷനൊക്കെ അവൾക്കുണ്ടായിരുന്നു. അങ്ങനെ അതേപോലെ തന്നെ ഇങ്ങനെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അതിനൊരു സന്തോഷം തന്നെ അവൾക്കുണ്ട് കേട്ടോ. അങ്ങനെ കേക്ക് കിട്ടിയ ശേഷം എല്ലാം റെഡിയാക്കി ടേബിളിന് മുകളിലേക്ക് എടുത്ത് വെച്ചു. ഞാൻ കേക്ക് മുറിക്കാനുള്ള ഒരു വെപ്രാളത്തിലാണ് രണ്ടുപേരും. മോനും അവൻ്റെ കൂടൊപ്പം തന്നെ ഇരിപ്പുണ്ട് സപ്പോർട്ടായിട്ട് കേക്ക് മുറിക്കാനായിട്ട്. മോൻ്റെ ബർത്ത്ഡേ ആയാലും അവളും കൂടെ തന്നെ കാണും, അവളുടെ ആണെങ്കിലും രണ്ടുപേരും കൂടെ തന്നെ കാണും. അങ്ങനെ രണ്ടുപേരും ഒന്നിച്ചൊക്കെയാണ്. അങ്ങനെ ഞാനും കൂടെ ചേർന്ന് നിന്ന് കേക്കൊക്കെ മുറിച്ചു. അങ്ങനെ മോനും ഞാനും കൂടെ ചേർന്ന് കേക്കൊക്കെ മുറിച്ചു. ഒരു പീസ് കേക്ക് ഇങ്ങനെ മോളൂട്ടിക്കും മോനൂട്ടനൊക്കെ കൊടുത്തു. അങ്ങനെ കേക്ക് മുറിപ്പ് പരിപാടിയൊക്കെ കഴിഞ്ഞു. രണ്ടുപേരും അങ്ങോട്ട് മോനൂട്ടനും മോളൂട്ടിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്ത് അങ്ങനെ അവർ ഹാപ്പിയായി. അങ്ങനെ മോളൂട്ടിക്ക് പിന്നെ ഉമ്മായും വന്ന് കേക്കൊക്കെ മുറിച്ച് കൊടുത്തു. അതിനുശേഷം അവൾക്കൊരു ചെറിയൊരു ഗിഫ്റ്റൊക്കെ അവളുടെ വാപ്പു കൊണ്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് അവൾ. അതിലോട്ടാണ് നോട്ടം, എന്താണ് ഗിഫ്റ്റ് എന്നൊക്കെ അറിയാനായിട്ട്. അതിനുശേഷം എൻ്റെ ഉമ്മച്ചിയും വന്ന് കേക്കൊക്കെ മുറിച്ച് മോളൂട്ടിക്ക് കൊടുത്തു, മോനൂട്ടനും കൊടുത്തു. പിന്നെ ഇത് അവളുടെ കൊച്ചാപ്പായാണ്. അങ്ങനെ കൊച്ചാപ്പായ വന്ന് മോളൂട്ടിക്കും മോനൂട്ടനും അങ്ങനെ കേക്കൊക്കെ മുറിച്ച് കൊടുത്തു. അങ്ങനെ എൻ്റെ മൂത്തുമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അങ്ങനെ കേക്കൊക്കെ കൊടുത്തതിന് ശേഷം കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും വീതിച്ച് കൊടുക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ രണ്ടുപേരും കുത്തിയിരുന്ന് കേക്ക് മുറിച്ച് ഒരേ കഴിപ്പ് തന്നെയായിരുന്നു. അങ്ങനെ കേക്ക് മുറിപ്പും പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലേക്ക് പോവാണ്. അങ്ങനെ ഫുഡൊക്കെ എടുത്ത് റെഡിയാക്കി എല്ലാം നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എല്ലാം റെഡിയാക്കി ഇനി ടേബിളിലോട്ട് വെച്ചാൽ മതി. അങ്ങനെ കാണാൻ തന്നെ നല്ല കളർഫുള്ളായിട്ടുണ്ടല്ലേ, കഴിക്കാൻ നല്ല സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ബീഫ് കറിയും സലാഡും പപ്പടവും അച്ചാറും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ബർത്ത്ഡേയും ഈദും ഒക്കെ ആയിട്ട് നല്ല സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിവസമായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടിയപ്പോഴത്തേക്കും മക്കളും വളരെ ഹാപ്പിയായി. എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കേക്കൊക്കെ മുറിച്ചു ഫുഡൊക്കെ കഴിച്ചിട്ട് അവരും ഹാപ്പിയായി. അവരൊന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് കറങ്ങാനൊക്കെ ആയിട്ട് ഇറങ്ങുകയാണ്. അപ്പം എല്ലാവർക്കും ഈ നല്ലൊരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.